നമസ്കാരം. ക്രിസ്തുവിന്റെ പീഡനാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. കുരിശിന്റെ വഴിയുടെ അനുസ്മരണയുമായി വിവിധ പള്ളികളുടെ നേതൃത്വത്തിൽ പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും സംഘടിപ്പിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ അന്ത്യയാത്രയെ അനുസ്മരിപ്പിക്കുന്ന കുരിശിന്റെ വഴി യാത്രകൾ പലയിടങ്ങളിലും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ, കൊച്ചി, കോഴിക്കോട് തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. മലയാറ്റൂർ ഉൾപ്പെടെയുള്ള പുണ്യ സങ്കേതങ്ങളിലേക്ക് ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് കുരിശുമേന്തി മല കയറുന്നത്. പീഡനം അനുഭവിക്കുന്നവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള യേശുവിന്റെ പോരാട്ടവും സഹനവും സമകാലിക ലോക സാഹചര്യത്തിലും വലിയ പ്രസക്തിയുള്ളതാണെന്ന് സഭാ നേതാക്കൾ സന്ദേശങ്ങളിൽ ഓർമ്മിപ്പിച്ചു. ലോകസമാധാനത്തിനായുള്ള പ്രത്യേക പ്രാർത്ഥനകളും പള്ളികളിൽ നടന്നു. പാളയത്ത് രാവിലെ 6:30 സംയുക്ത കുരിശിന്റെ വഴിയിൽ കർദിനാൾ ക്ലീമീസ് കത്തോലിക്ക ബാവയും തോമസ് ജെ നെറ്റോയും തോമസ് തറയിലും പങ്കെടുത്തു. സെന്റ് മേരീസ് കത്തീഡ്രലിലെ ശുശ്രൂഷകൾക്ക് ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പാമ്പാടി മാർ കുറിയാക്കോസ് ദയാറയിൽ ദുഃഖവെള്ളി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും.